എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടൻ ആസിഫ് അലിക്ക് വൻ സ്വീകരണമാണ്. തത്സമയം വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. ആ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസിഫ് അലിക്ക് വലിയ സ്വീകരണമാണ് കോളേജിൽ ഒരുക്കിയിരുന്നത്. ഈ ഇന്നലെ മുതൽ തന്നെ ആസിഫ് അലിക്ക് പിന്തുണയുമായി നിരവധി ആളുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും. And I'm wishing you guys all the very best. Oh. ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ ആസ്വദിക്കാൻ പറ്റിയ ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ടുണീഷ്യ. പിന്നെ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ്. പ്രത്യേകിച്ച് അമല, അർഫാസ്, ഇതിന്റെ DOP, ഇതിന്റെ ടെക്നിക്കൽ ടീം, എല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി. ഒരു നല്ല സൗഹൃദം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ബികോം ടാക്സേഷനിലെ ആര്യ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ആസിഫിക. അപ്പൊ താങ്ക് യു. ഞാൻ ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ നിന്ന്. കുഡ് യു പ്ലീസ് കട്ട് മ്യൂസിക്? ആ മ്യൂസിക് ഒന്ന് കട്ട് ചെയ്യൂ പ്ലീസ്. എന്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദി. ഐ ഓവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ഒരു ബാക്കപ്പും ഇല്ലാതെ, സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. സ്റ്റേജിലേക്ക് വന്നിട്ട് നമുക്ക് പോസ്റ്റർ ലോഞ്ച് ഒന്ന് ചെയ്യാം. അപ്പോ ഈ പോസ്റ്റർ ലോഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആൽബോഷ്യൻസ് ആണ് ഈ പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പുരസ്കാര വിവാദത്തിന് ശേഷം ആസിഫ് അലി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. തനിക്കെതിരെ നൽകിയ സപ്പോർട്ടുകൾ, തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾ മറ്റൊരാൾക്ക് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത് എന്ന തരത്തിലാണ് പ്രതികരണം ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ സ്വീകരണമാണ് കോളേജിൽ ആസിഫ് അലിക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഈ കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് പ്രതികരണം?
ആസിഫ് അലി പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ പുരസ്കാര വിതരണത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണം വരികയായിരുന്നു. വളരെ സന്തോഷമുണ്ട്, തന്നെ പിന്തുണച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ തനിക്ക് സപ്പോർട്ട് നൽകുന്നതോടൊപ്പം അത് മറ്റൊരാൾക്കുള്ള, അതായത് തന്നെ അധിക്ഷേപിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി അത് മാറരുത്, ആ ആളുടെ വിഷമം തനിക്ക് മനസ്സിലാകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം, പുരസ്കാര വിവാദത്തിൽ ഒരു പ്രതികരണമാണ് ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടന്ന പരിപാടിയിൽ ആസിഫ് അലിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരുന്നത്. അമ്മ ഇന്നലെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. പിന്നീട് ഫെഫ്കയും നിലപാടുമായി മുന്നോട്ട് വന്നു. ഈ വിശദീകരണം, രമേശ് നാരായണോട് വിശദീകരണം ചോദിച്ചുകൊണ്ടടക്കമുള്ള കാര്യങ്ങൾ ഫെഫ്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ സ്വീകരണം, ആ ഒരു പുരസ്കാര വിവാദത്തിന് ശേഷമുള്ള ഒരു പ്രതികരണം, വലിയൊരു പ്രതികരണം തന്നെയാണ് ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ആൽബർട്ട്സിനുള്ള ടാസ്കാണ്. നമ്മളെല്ലാവരും ഇത് വാട്സാപ്പിൽ സ്റ്റോപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഇവരുടെ ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ, ഒരു സെൽഫി വീഡിയോ എടുക്കട്ടെ. താങ്ക് യു ആൽബർട്ട്. കേൾക്കുന്നില്ല? പുരസ്കാര വിവാദത്തിൽ ഒരു പ്രതികരണം ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിന്തുണ അറിയിച്ചവർക്ക് നന്ദിയുണ്ട്, പക്ഷേ ആ പിന്തുണ മറ്റൊരാൾക്ക് ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി, അയാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനായി മാറരുത്. ഈ രീതിയിൽ ആസിഫ് അലിയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാമെന്ന് തോന്നുന്നു. എന്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദി.